ഹലോ, എൻ്റെ ഈ ജേണൽ കിറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീക്ക് തന്നെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഇനി ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ആലോചിച്ച് കുറച്ച് ദിവസം വീണ്ടും ലേറ്റാക്കി. പിന്നെ ഓർത്തു എന്തായാലും ഷൂട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ജേണലിങ് ചെയ്യേണ്ട ഒരു നോട്ട്ബുക്കാണ് ഇതിലുള്ളത്. അതിൻ്റെ പുറത്തുള്ള കവർ മാറ്റിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡുണ്ടായിരുന്നു. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ മഷ്റൂമിൻ്റെ ഒരു തീമിലുള്ള കാർഡൊക്കെയാണ്. ഈ ഒരു പാറ്റേണിലുള്ള കുറേ സംഭവങ്ങൾ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വരുന്നത് കുറച്ച് നമ്പേഴ്സിൻ്റെ കലണ്ടർ സ്റ്റിക്കേഴ്സാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. ഓരോ നമ്പേഴ്സിൻ്റെ കൂടെയും ഓരോ പിക്ചർ വരുന്നുണ്ട്. 1 to 31 വരെയുള്ള 31 സ്റ്റിക്കേഴ്സാണ് ഇതിലുള്ളത്. പിന്നെ 2 പാറ്റേണിലുള്ള വാഷി ടേപ്സ് ഉണ്ട്. അടുത്തത് ഈ ലെറ്റർ കവർ പോലത്തെ പേപ്പർ കവേഴ്സാണ്. ഇത് 2 എണ്ണമാണ് വരുന്നത്. 3 പാറ്റേണിൽ നോട്ട് പേപ്പേഴ്സ് ഉണ്ട് ഇതിൽ. പിന്നെ കുറേ പാറ്റേണിലുള്ള സ്റ്റിക്കർ ഷീറ്റ്സും വാഷി സ്റ്റിക്കേഴ്സും ഒക്കെ ഇതിലുണ്ട്. അടുത്ത് വരുന്നത് സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സാണ്. ഇതും കുറേ പാറ്റേണിലുണ്ടായിരുന്നു. 2 സൈസിലായിട്ട് ടോട്ടൽ 10 ഷീറ്റ് സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഫോൾഡിങ് പേപ്പേഴ്സാണ് ഇത്. ഇതിൻ്റെ ഒരു 30 പീസ് വരുന്നുണ്ട്. ടോട്ടൽ 10 ഷീറ്റാണ് വരുന്നത്. ഇതും സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സാണ്. ഇതിൻ്റെ ഒരു 10 ഷീറ്റുണ്ട്. ഈ കോഡ്സൊക്കെ വരുന്ന 1-2 ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. നേരത്തെ കാണിച്ചതിൻ്റെ കൂടെയുള്ള സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സാണ് ഇതും. ഇത് കുറച്ച് വലിയ സൈസിലുള്ളതാണ്. ഇനി ഇതെല്ലാം വച്ചിട്ടൊരു ജേണൽ ചെയ്ത് നോക്കാം. ഈ ബുക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്, പക്ഷേ സൈസ് കുറച്ച് ചെറുതായിട്ട് തോന്നി. കുറേ സ്ക്രാപ്പ് ബുക്ക് പേപ്പേഴ്സൊക്കെ ആയപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തീമിലൊക്കെ വരുന്ന രീതിക്കുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ടൈപ്പിൽ വരുന്ന കാർഡാണ്. 1-2 എണ്ണം വയ്ക്കാൻ നോക്കി, പക്ഷേ എനിക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. കുറേ എണ്ണം വച്ച് നോക്കുമ്പോഴാണ് ഒരെണ്ണം ഓക്കെ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ജേണലൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.